അമ്മ കഴിച്ചമ്മോ കഴിക്കില്ലേ എന്റെ മനസ്സിനാണ്. വെയിൽ മതി മതി. വെയില ചെറുതാക്കണം. ഡ്രസ് കൊള്ളാവോ? നിന്റെ അത്ര പറ്റിയല്ല. അത് പിന്നെ ഇല്ലല്ലോ. അതിൻ്റെ അത്ര ഏത് ഡ്രസ് മീര അന്വേഷിച്ചു പറഞ്ഞാരെ വരാൻ പറഞ്ഞേ. നിങ്ങളിട്ടത് നല്ലതാണോ? ആ തെളിഞ്ഞു വരുന്നുണ്ട് നാരയൊക്കെ. നാരയുണ്ട്. പിന്നെ കുറച്ചു എന്നിട്ട് അഴിച്ചു വിടാനാ. ആ കാശായല്ലോ ശമ്പളക്ക് ഓട്ടോയ്ക്കൊക്കെ വരുന്ന. ആരോഗ്യമില്ല എന്നിട്ടാണോ? കണ്ടാ പറയത്തില്ല, നല്ല ആരോഗ്യമുള്ള പോലുണ്ട്. ഞാൻ ഓട്ടോ വിളിച്ചല്ലോ വരുന്നത്. ഇവിടെ ഇതിനകത്ത് ഇത് ആട്ട, ഇതിനകത്ത് അരി കക്കാനോ നുണ പറയാൻ അറിയാമല്ലോ. കിളിയോ അല്ല, ഞങ്ങൾ ഈ മൂന്ന് വന്നപ്പോൾ നടന്നു വന്നോ, പക്ഷെ നോക്കാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റൽ അങ്ങോട്ട് ഇറങ്ങുന്നിടത്തെ ഓട്ടോ സ്റ്റാൻഡിൽ ഇപ്പുറത്തെ അവരോട് ചോദിച്ചപ്പോൾ ഒരെണ്ണം വരികയായിരുന്നു. അതിനകത്ത് ഇറങ്ങുന്നിടത്ത് ചോദിച്ചു എന്നാ ഇപ്പുറത്ത് ഒന്ന് മുളങ്കരത്ത് വിളിച്ചാൽ മതി. ഞങ്ങൾ അവിടുന്ന് ധാനേന്ന് സാധനം മേടിച്ചിട്ട് വിളിക്കണം എന്നുള്ള വലിയ ചിന്ത അല്ലേ. നടക്കാല്ല, ഞാൻ ഭയങ്കര വെയിറ്റ് ആണ്. നമുക്ക് ഇവിടുന്ന് വിളിക്കാം. എന്തുകൊണ്ട് വരുന്നില്ലെന്ന് പറ. അതിനെങ്ങോട്ടാന്ന് പറയരുത്. അപ്പോഴാണ് ഈ പുള്ളി ഇറക്കുന്നത്. കണ്ടോ കാണിക്കുന്നുണ്ടോ? ഇതിനെ അല്ല പുത്തരി മതിയായിരിക്കുമല്ലോ മേഡത്തിന്റെ പുത്തരി വേണ്ട, ചാക്കരി വേണം. എനിക്ക് അപ്പൊ നല്ല കാര്യല്ലേ ശ്യാമള ഇത് ഇത്
അത് ആപ്പിൾ അവിടെ നിന്ന് എത്തിയതാണ്. ആപ്പിൾ എത്തിയതാണ് അവൾ അവിടെ നിന്ന്. എടുക്കടി വാരി മുത്ത, ഇതാരാണ് ഈ വരുന്നത്? അതെ, രണ്ടോ മൂന്നോ ഇല ചോദിച്ചാലാണ് ഈ മരം മൊത്തം എടുത്ത് ഓടിച്ചോണ്ട് വന്നേക്കുന്നേ. അപ്പൊ ഇനി വേണ്ടതാണോ പറയുന്നേ? ഓരോന്ന് പിന്നെ പറിച്ചോണ്ടിരിക്കണം അവിടെ. അങ്ങനെ കിട്ടത്തുള്ളൂ. അല്ല പിന്നെ മൊത്തത്തിലല്ല പിന്നെ ശൈലിച്ച് ഓരോ കമ്പിട്ട് ഓടിച്ചോണ്ടിരിക്കുക അവിടെ മണിക്കൂറുകളോളം നിന്ന്. ഒന്നുകിൽ ആശാന നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പഠിക്കുക വേറെ തന്നെ പോയി ഓടിച്ചോളാൻ പറഞ്ഞു. 100 പ്രാവശ്യം സമ്മതിക്കുക. കൊണ്ടുവച്ചേ വേറെ വഴിയില്ലാത്തോണ്ട്. അമ്മേ ദേവി, ഇനി നിങ്ങൾ തമ്മിലുള്ളത് ഞാൻ നോക്കട്ടെ. ആ പോയോ? പോയി ഓടിക്കടി അല്ലേ ഓടി. ഉച്ച സമയത്ത് ഇറങ്ങി പോകുന്ന വെയിലിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് വൈകാന്നുള്ള മുഴുത്തല നോക്കി എടുക്ക്, ചെറുതല എടുക്കാതെ. പിന്നെ അത് നല്ല മുഴുത്തല ഉണ്ട് അതിനകത്ത്. അത് അതോ ഇത് നോക്കി ഉണ്ടോ? നല്ല മുള ഒരു കുഞ്ഞൊക്കെ ആണെങ്കിലും കാര്യമില്ല. നമുക്ക് ഈ ഇല മൊത്തം പറിച്ചേ ഒരു ചിന്നക്കൂടിനകത്താക്കി വെച്ചാൽ മതി. വെക്കുമൊന്നും വേണ്ട, എങ്ങോട്ടേലും കൊടുത്തു വിട്ടാൽ ആർക്കെങ്കിലും. നമുക്ക് വേണ്ട. വേണം ഇനി കൊണ്ട് ഓടിക്കാം, അടുത്തൊരു കമ്പ് ഓടിക്കാം. പിന്നെ ഇതിനി സൂക്ഷിച്ചു വെച്ച് ആ വെച്ചോന്നേ, കൊണ്ടുവച്ചോ. എവിടെയാന്ന് വെച്ചാൽ ഇവിടെ വെക്കേണ്ടതാണ്. ഇവിടെ അതിനെ വെക്കാം. ഇവിടെ മരമുണ്ട്, ഇത് പറിച്ചോളൂ ഞാൻ ആവശ്യമുള്ളപ്പം. നല്ല പച്ചയല്ല അത് മതി. അല്ല ഇപ്പം ശ്യാമള ഇപ്പം വന്നിട്ട് 3 വർഷമായില്ലേ? 3 വർഷം കൂടി ആദ്യമായിട്ടല്ലേ ഇത് കുമ്പളം ഉണ്ടാക്കുന്നത്. അവിടെ ഉണ്ടായി ഞങ്ങളല്ല ഉണ്ടാക്കണ്ട, ശ്യാമളയല്ല ഉണ്ടാക്കണ്ട. ആ നിങ്ങളുണ്ടാക്കത്തിപ്പോ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു കുമ്പള. ഞാനങ്ങോട്ടുണ്ടാക്കുമായിരുന്നു. ചക്കയില്ലെങ്കിലും പഴം എന്നാ കുത്താടി കാണിക്കുന്നേ? ഡീ കാണിക്കാടി നീ. ഒന്നുമില്ലേ ഇവിടെയാ നല്ലല്ല. അടിപൊളി പറഞ്ഞു കേട്ടു. മലവേടന്റെ സ്വഭാവം കാണിക്കുക. വേടന്മാർക്കാ വേടെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. എടി ഇതിന്റെ കെട്ടിയാനായിട്ടല്ലേ നീ ഇങ്ങനെ പറയുന്നത്? കെട്ടിയാനായോണ്ടല്ല, വേടന്മാരെ ചുമ്മാ അങ്ങനെ പറയണ്ട. അവർക്ക് ആ കുലത്തിനെ നടക്കേടാണ്, മനസ്സിലാക്കുക. വേടൻ എന്ന് പറഞ്ഞ ആരാണ് വേടൻ? വികടൻ. വേടൻ എന്ന് പറഞ്ഞാല് ശ്യാമള ഉണ്ടല്ലോ ഒന്നിനകത്ത്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഷാമ്പു പറയും. ഷാമ്പുയേ ശ്യാമളമ്മ ആരാ? ശ്യാമളമ്മ. ശ്യാമളമ്മ എന്നാന്നാ വിളിക്കുന്നത്? നിന്നെ വിളിക്കുന്നല്ല, ശ്യാമള എന്നാന്ന് അപ്പൊ വിളിക്കുന്നത്? ആ പറ്റ്. ആ പേര് ഞാനായിട്ട് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടായിരുന്നു. അവനെ കോലഞ്ചിറയിലോട്ട് കൊണ്ടുപോകണ്ട. കോലഞ്ചിറ അല്ലത്. കണ്ടായിരുന്നു, വിഷുവിന് കണ്ടായിരുന്നു ഞങ്ങള്. എന്നാ കണ്ടു? എന്നാ കണ്ടേ? ഒരപ്പനുള്ളത് പണി ഒരു ദിവസത്തെ ശമ്പളം പോകുന്നു പറഞ്ഞുകൊണ്ട് വിഷുവിന് വന്നില്ല. ആര്? ഞാനോ? ഞാൻ അവിടെ അവിടെ കിടന്ന് ഞാൻ മടുത്തിട്ടുള്ള. എനിക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ കല്യാണം കഴിച്ചു തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ. അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. പപ്പ അല്ലല്ലോ എങ്ങും പോകത്തില്ല, അതുകൊണ്ടല്ലോ ആരും അവിടെ ഇരിക്കാത്ത. ആ അതാ പറഞ്ഞേ, ഈ പ്രാവശ്യം തൊട്ടില്ല. പിന്നെ
കൊണ്ട് വലിയ ആഘോഷിക്കാൻ അതിന് വിഷു അല്ലല്ലോ ഇല്ലല്ലോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്നാ വിഷു ഉള്ളത് ഇവിടെ കണി വെക്കലോ അല്ല വല്ല പരിപാടി ഉണ്ടോ ഒരു പരിപാടിയില്ല കുട്ടപ്പായി ആനക്കുട്ടി പോലും ആഘോഷിക്കില്ല പിള്ളേരായിട്ട് അതിനാ ശ്യാമള ഇപ്പൊ എവിടെ നിന്ന് വരുമോ കട്ടപ്പനന്നോ അല്ല ഇടുക്കിന്നോ ആ അവിടെ നിന്നാണോ വരുന്നത് അപ്പൊ ഞാൻ വെറുതെ ഏറ്റെടുത്ത് പോയത് 4 വായ്പ നടന്നില്ല ഇത് ഇവിടെ 2-3 എണ്ണം മേടിച്ച് ഒരു ടീം മേടിച്ചോണ്ട് വന്നു ആരാന്നും പറയത്തില്ല കേറത്തുമില്ല കാലും കേറത്തില്ല കൈയും കേറത്തില്ല കൊച്ചിന്റെ അളവ് അറിയത്തില്ല ആരാണ്ടൊരു ടീം കൊച്ചിന്റെ വലിപ്പം അറിയത്തില്ലെങ്കിൽ എടുക്കരുത് നമ്മൾ എടുത്തോണ്ടിരുന്നല്ലോ ഇത്ര നാള് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഓൺലൈനിൽ എടുത്തിട്ട് ഇതുവരെ തെറ്റിയിട്ടില്ല അതെ വേറെ പിള്ളേർക്ക് വല്ലതും കൊടുക്കും ശ്യാമളക്ക് ഇഷ്ടം പോലെ പിള്ളേരുണ്ടല്ലോ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് വരെ കറക്റ്റ് സൈസിൽ കിട്ടിയിട്ടുണ്ട് ഇത് നേരിട്ട് പോയി കണ്ടെടുത്തിട്ട് ഷാമ്പുവിയുടെ അളവ് പോലും അറിയത്തില്ലാത്ത അമ്മയാ വലിയ സംഭവമാണെന്ന് പറയുന്നത് അവളുടെ ഡ്രസ്സിന്റെ അളവ് പോലും അറിയത്തില്ല എന്നാ ചെയ്യുന്ന പറ ഇവിടെ വല്ല സബ്സ്ക്രൈബേഴ്സ് എത്ര പേര് മേടിച്ചോണ്ട് വന്നു കൃത്യം അളവി ശ്യാമളക്ക് അറിയത്തില്ല ഇനി ഒന്നും ന്യായീകരിക്കണ്ട ആ മതി തീർന്നു പിന്നെ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ട ജീവിതമായ ഇത്ര നേരം ഞങ്ങൾ സമാധാനമായിട്ടിരിക്കുകയായിരുന്നു വന്ന് അലമ്പ് തുടങ്ങി എന്നെ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം കയറി വരുന്ന ശ്യാമളക്ക് ഇപ്പോൾ ഒരു രസമായി അടി വെച്ചില്ലെങ്കിൽ ഇവിടെ ഒരു സമാധാനമില്ല ഏടി മതി ബാക്കി ശ്യാമളമ്മ കൊണ്ടുപോകാന്ന് പറഞ്ഞു ഒക്കെ വരും അലക്സ ലൈറ്റ് ഓൺ അലക്സ എല്ലാം വയലന്റ് ആണല്ലോ ഇവിടെ എന്നാ ചെയ്യുന്നത് വിളക്കെത്തിക്കുന്ന സമയം ഓഫ് ചെയ്യണോ ഡി വിളക്കെത്തിക്കുന്ന സമയം കായില്ലേ ഗൂഗിള് വിളക്കെത്തിക്കാൻ വേണ്ടിട്ട് സമയം എത്രയാണെന്നറിയോ 1/2 മണിക്കൂർ കഴിഞ്ഞ് ആ റവ തന്നെ ഇട്ട് ഉണ്ടാക്കല്ലേ ആ ഒന്നുകൂടെ പറഞ്ഞേ പറയേണ്ട കാര്യമില്ല നേരം വെക്കുമ്പോ അലമ്പ് ഞാനാണ് അലമ്പുണ്ടാക്കുന്നത് ഞാൻ ഇത്ര നേരം സമാധാന ജീവിതം നയിച്ചു ശ്യാമളമ്മ ഇങ്ങോട്ട് കയറി വന്നു അടിയും തുടങ്ങി പിടിയും കൊലപാതകവും കയറി വരണ്ട ഇനി ഇറങ്ങിപ്പോയാൽ കയറി വന്നാൽ മതിയല്ലോ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴാ ഭയങ്കര ഇതാ കാരണം 2 ദിവസം നമ്മളെ കണ്ടില്ലല്ലോ അതുകൊണ്ട് വഴക്കുണ്ടാക്കാൻ ഇങ്ങനെ മുട്ടി നിൽക്കുമായിരുന്നു കയറി വന്ന ഉടനെ തുടങ്ങും അപ്പോഴേ എനിക്കാണോ ഞാനാണോ വഴക്കുണ്ടാക്കുന്നത് എന്നെ ചുമ്മാ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്തോണ്ടിരുന്ന് എന്നെ വിളിച്ചുകൊണ്ട് മരം വെട്ടിച്ചോണ്ട് വന്നിട്ട് കിടന്ന് എന്നെ പറയുമല്ലേ എന്നാ ശരി ഞാൻ ഏറ്റെടുത്ത് എല്ലാ കുറ്റവും ഏറ്റെടുത്ത് നീയൊക്കെ കണ്ടതിൽ ഇറങ്ങിപ്പോയിട്ട് ഞാനിവിടെ തൂത്ത് വൃത്തിയാക്കി നമുക്ക് പോകേണ്ടടുത്തേ പോകത്തുള്ളൂ അല്ല നമ്മൾ പോകണ്ടാത്ത സ്ഥലത്ത് പോകത്തില്ല എനിക്ക് പോകേണ്ട പല സ്ഥലങ്ങളുണ്ട് അങ്ങനല്ലോ ഈ വിഷു എന്ന് പറയുമ്പോൾ ഇലയായതുകൊണ്ടോ പറ്റത്തില്ല ഇലയായതുകൊണ്ടേ ചക്ക കൊണ്ടുള്ള കുമ്പളപ്പമല്ല ഇത് പഴം കൊണ്ടുള്ള കുമ്പളപ്പമാണ്
സ്ലീപ്പേഴ്സ്. സംഭവിയേ ഭൂമി പോയിരുന്നു ഇല്ലേ? ഈ ഒരെണ്ണത്തിനകത്ത് വെക്കാനേ കാണുള്ളൂ. ഒരെണ്ണത്തിനകത്തൊന്നുമല്ല. ഏത് ഒന്നിനകത്ത് വെക്കാനുള്ള ഉള്ളൂ അല്ലേ? ബാക്കി എല്ലാം കൂടെ എടുത്തോണ്ട് വരണം. എടുത്ത് നോക്കി തീർന്നോ? ഇല അവിടെ കഴുകാൻ കിടപ്പുണ്ട്. എടുത്ത് വെച്ചിട്ടുണ്ട് ഇല. ഞാൻ 2 ട്രിപ്പ് കാണുമെന്ന് പറഞ്ഞു. അതിനകത്ത് കൊച്ചിയിലായാലും ചോറിന് വേണോ? ബിരിയാണിയോ? അടുത്ത് മാറ്റി